ഞങ്ങൾ അവിടെ നിന്ന് പോരാൻ ഞങ്ങൾ ഇനി നിർബന്ധിച്ചാൽ ഞങ്ങൾ എല്ലാവരും കൂടി പോരും എന്ന് മാത്രമല്ല ഞങ്ങൾ സമരം നടത്തും. ഇതല്ലേ ബസ്സുകാരുടെ നിലപാട്. ഭരണപക്ഷം നടപ്പിലാക്കുന്നത് മുഴുവൻ തന്നെ ഇല്ലാതെ ചെയ്യണം, അല്ലെങ്കിൽ അവരെ ബഹുജന മധ്യത്തിൽ താറടിച്ച് കാണിക്കുക എന്നുള്ളതാണല്ലോ പ്രതിപക്ഷം ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ പിണറായിയുടെ പോലീസ് അല്ല ഇവിടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തർ നഗരസഭയിലേക്ക് ചെല്ലണം. ഈ വിവരം കെട്ട പണിയൊക്കെ സമരമൊക്കെ അല്ലേ ഇവിടെ കാണുന്നത്. ഉടുപ്പുണ്ടോ അവരവിടെ ട്രാഫിക് യോഗത്തിലെടുത്ത തീരുമാനം, അതിന് വേണ്ട അംഗീകാരം അവിടെ പറയുക, എന്നിട്ട് പുറത്തു വന്നിട്ട് വായ തോന്നിയത് വിളിച്ചു പറയുക എന്നുള്ളതല്ല ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിലവിലെ ട്രാഫിക്കിൽ ഇനിയും ആക്ഷേപങ്ങൾ ഉണ്ടെങ്കിൽ എല്ലാവരും യോജിച്ചിട്ട് തീരുമാനം എടുക്കാൻ സന്നദ്ധമാണെങ്കിൽ ഞങ്ങളും അതിൻ്റെ കൂടെ ഉണ്ടാവും. ചെർപ്പളശ്ശേരി നഗരസഭ നല്ല രീതിയിലുള്ള ഒരു ട്രാഫിക് പരിഷ്കരണമാണ് ഇവിടെ നടപ്പിലാക്കിയിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ അത് ഒരു CPM-ഓ അതല്ലെങ്കിൽ കോൺഗ്രസ്സോ അല്ലെങ്കിൽ BJP അങ്ങനെയൊന്നല്ല ഞാൻ പറയുന്നത്. ഇവിടെ ഈ ട്രാഫിക് പരിഷ്കരണം വളരെ ഭംഗിയായിട്ട് നടക്കണം എന്നതിൻ്റെ ഭാഗമായി കൊണ്ട് തന്നെ ചെർപ്പളശ്ശേരി നഗരസഭ അതിൻ്റെ ഭാഗമായി കൊണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും മോട്ടോർ തൊഴിലാളികളുടെയും അതേപോലെ തന്നെ ഇതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള മുഴുവൻ പേരുടെയും യോഗം വിളിച്ചു ചേർത്തിയിരുന്നു. വളരെ സമഗ്രമായി കൊണ്ട് തന്നെ എങ്ങനെ ഈ പരിഷ്കരണം ഇവിടെ നടപ്പിലാക്കണം എന്ന് വളരെ കൃത്യമായി കൊണ്ട് ഓരോരുത്തരും നിർദ്ദേശം മുന്നോട്ട് വെച്ചു. ആ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥന്മാരും പോലീസും ഒക്കെ പങ്കെടുത്തതാണ്. ആ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഒരു പുതിയ ട്രാഫിക് പരിഷ്കരണം വന്നത്. ഇതിൽ വ്യാപാരി ഉണ്ട്, വ്യാപാരി വ്യവസായി മേഖലയിൽ നിന്നും ഒക്കെ പങ്കെടുത്തിരുന്നു. അന്ന് ഒറ്റക്കെട്ടായി പറഞ്ഞു അവിടെയുള്ള രണ്ടാമത്തെ ബസ് സ്റ്റാൻഡ്, ആ ബസ് സ്റ്റാൻഡ് ഉടൻ തുറന്നു കൊടുക്കണം. ഈ ബസ് സ്റ്റാൻഡ് ഇവിടെയുള്ള ചെർപ്പളശ്ശേരി ടൗണിലുള്ള ബസ് സ്റ്റാൻഡ് റിപ്പയർ പ്രവർത്തനങ്ങൾക്ക് പൊളിച്ചു മാറ്റുകയാണ്. അപ്പോൾ അവിടെ പെട്ടെന്ന് ആ ബസ് സ്റ്റാൻഡിന് വേണ്ട പശ്ചാത്തല സൗകര്യങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാ ബസ്സും അവിടെ വന്നിട്ട് പോരണം എന്നുള്ളതാണ് തീരുമാനിച്ചത്. ഇതെല്ലാവരും കൂടി എടുത്ത തീരുമാനമാണ്. പിന്നെ ഇതിൽ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഓരോരുത്തർക്കും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ വന്ന് പറയുകയാണ്. അങ്ങനെ ഓരോ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ പലർക്കും പ്രശ്നമുണ്ടാവും. കുറച്ച് കച്ചവടക്കാർക്ക് ഈ നമ്മൾ നന്ന് സംസാരിക്കുന്ന ഈ പ്രദേശത്ത് കച്ചവടത്തിൽ പ്രശ്നമുണ്ട് എന്നുള്ളത് അവർ പറയുന്നു. അതൊരു ഒരു പ്രശ്നമായിട്ട് നിൽക്കുകയാണ്. ബസ് തൊഴിലാളികൾ പറയുന്നത് എന്താണ്? ഞങ്ങൾക്ക് അവിടെ നിന്ന് പോന്നാൽ അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കും, ചെർപ്പളശ്ശേരി ടൗണിൽ ആകെ പ്രശ്നങ്ങളാവും, അതുകൊണ്ട് ഞങ്ങൾ ഒരിക്കലും അവിടെ നിന്ന് പോരില്ല. ഞങ്ങൾ അവിടെ നിന്ന് പോരാൻ ഞങ്ങൾ ഇനി നിർബന്ധിച്ചാൽ ഞങ്ങൾ എല്ലാവരും കൂടി പോരും എന്ന് മാത്രമല്ല ഞങ്ങൾ സമരം നടത്തും. ഇതല്ലേ ബസ്സുകാരുടെ നിലപാട്. അതേപോലെ തന്നെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ എന്താ പറഞ്ഞത്? ഇപ്പോഴുള്ള ട്രാഫിക് പരിഷ്കരണത്തിൽ ഞങ്ങൾ തൃപ്തരാണ്, ബസ്സുകാർ തൃപ്തരാണ്. അതേപോലെ തന്നെ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അധികാരികൾ ഞങ്ങളോട് പങ്കുവച്ചിട്ടുള്ളത് വളരെ നല്ല ട്രാഫിക് പരിഷ്കരണമാണ് ഇപ്പോൾ നടക്കുന്നത്, ഒരു കുഴപ്പവുമില്ല, കുട്ടികൾക്ക് വന്നു പോകാനും ഒരു അപകടവുമില്ല. അതുപോലെ തന്നെ സാധാരണ മനുഷ്യൻ വണ്ടി ഓടിക്കുന്നവർ അവരുടെ വാഹനങ്ങൾ ഉപയോഗിച്ച് നല്ല രീതിയിൽ നമുക്ക് ട്രാഫിക് ഇവിടെ നടക്കുന്നുണ്ട്. ഭരണപക്ഷം നടപ്പിലാക്കുന്നത് മുഴുവൻ തന്നെ ഇല്ലാതെ ചെയ്യണം, അല്ലെങ്കിൽ അവരെ ബഹുജന മധ്യത്തിൽ താറടിച്ച് കാണിക്കുക എന്നുള്ളതാണല്ലോ പ്രതിപക്ഷം ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ്. അല്ലെങ്കിൽ ഉടുപ്പുണ്ടോ അവരവിടെ ട്രാഫിക് യോഗത്തിലെടുത്ത തീരുമാനം, അതിന് വേണ്ട അംഗീകാരം അവിടെ പറയുക, എന്നിട്ട് പുറത്തു വന്നിട്ട് വായ തോന്നിയത് വിളിച്ചു പറയുക എന്നുള്ളതല്ല ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളിപ്പോൾ അന്ന് അവിടെ ആ ട്രാഫിക് യോഗത്തിൽ പങ്കെടുത്തതല്ലേ, എല്ലാവരും കൈയടിച്ച് പാസ്സാക്കിയിട്ട് ഇറങ്ങിപ്പോകുന്നതാണ്. അതാണ് പിന്നെ തുരങ്കം വെക്കാൻ വേണ്ടിയിട്ട് പുറത്തു വന്നിട്ട് ആളെ കൂട്ടിയിട്ട് നഗരസഭാ മാർച്ചൊക്കെ നടത്തിക്കൊണ്ട് ഇപ്പോൾ പിണറായിയുടെ പോലീസ് അല്ല ഇവിടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തർ നഗരസഭയിലേക്ക് ചെല്ലണം. ഈ വിവരം കെട്ട പണിയൊക്കെ സമരമൊക്കെ അല്ലേ ഇവിടെ കാണുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം നഗരസഭയിലുള്ള ഭരണസമിതി നടത്തുന്ന ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ താറടിച്ച് കാണിക്കുന്ന പ്രവർത്തനങ്ങളാണ്. നമ്മളെ സംബന്ധിച്ചിപ്പോൾ ഉള്ള ഈ ബസ് സ്റ്റാൻഡ് തകർന്നു വീഴാൻ പോവുകയാണ് എന്നുള്ള നിലയിലുള്ള റിപ്പോർട്ടാണ് നമ്മുടെ കയ്യിലുള്ളത്. അതുകൊണ്ടാണ് യുദ്ധകാല അടിസ്ഥാനത്തിൽ അത് പൊളിച്ചു മാറ്റി, അതിന് യാതൊരു തർക്കമില്ല, 2 കൊല്ലത്തിൻ്റെ ഉള്ളിൽ നമ്മൾ സമ്പൂർണ്ണമായി കൊണ്ട് തന്നെ ഇവിടെ പുതിയ കെട്ടിടം വരും. കാരണം ഇതിൽ നമുക്ക് കേന്ദ്ര ഫണ്ടോ അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഫണ്ടോ ഒന്നുമല്ല, നമ്മുടെ ഫണ്ട് തന്നെയാണ്, ഓൺ ഫണ്ട് എടുത്തിട്ടാണ് ഈ കെട്ടിടം കെട്ടണത്. അപ്പോൾ അതുകൊണ്ട് അതിനൊന്നും ഒരു പ്രശ്നവുമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ കെട്ടിടത്തിൻ്റെ പണി യുദ്ധകാലാടിസ്ഥാനത്തിൽ നമ്മൾ പൂർത്തീകരിക്കും. അതോടൊപ്പം തന്നെ നിലവിലെ ട്രാഫിക്കിൽ ഇനിയും ആക്ഷേപങ്ങൾ ഉണ്ടെങ്കിൽ എല്ലാവരും യോജിച്ചിട്ട് തീരുമാനം എടുക്കാൻ സന്നദ്ധമാണെങ്കിൽ ഞങ്ങളും അതിൻ്റെ കൂടെ ഉണ്ടാവും. അല്ലെങ്കിൽ ഇപ്പോൾ ഈ നിലവിലുള്ളത് തുടരേണ്ടി വരും. പഴയ സ്വർണ്ണമോർത്ത് ഇനി വിഷമിക്കേണ്ട. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഇതാ മൺസൂൺ ഗോൾഡ് എക്സ്ചേഞ്ച് ഫെസ്റ്റിവലും NRI ഫെസ്റ്റും. നിങ്ങളുടെ പഴയ സ്വർണം ഇപ്പോൾ 100% മൂല്യത്തോടെ ഒട്ടും നഷ്ടമില്ലാതെ മാറ്റിവാങ്ങാം. 1 പവന് 1000 രൂപ അധിക ലാഭവും. കൂടാതെ വെറും 5% നൽകി ഇപ്പോൾ അഡ്വാൻസ് ബുക്ക് ചെയ്യാം. ബുക്ക് ചെയ്ത ദിവസത്തെ വിലയോ വാങ്ങുന്ന ദിവസത്തെ വിലയോ ഏതാണോ കുറവ്, ആ കുറഞ്ഞ വിലയിൽ പർച്ചേസ് ചെയ്യാം. ഫ്രീ ഇൻഷുറൻസും ലൈഫ് ടൈം മെയിന്റനൻസും ഇതോടൊപ്പം ലഭിക്കുന്നു. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. പഴയത് മാറ്റി പുത്തൻ തിളക്കത്തോടെ മടങ്ങും.